ഒരു ജീവൻ രക്ഷിക്കുന്ന ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് പരമാവധി ഷെയർ ചെയ്യണം. ഹലോ ഹായ്, സാലിഹാണ്. കേരളത്തിൽ ഈ അടുത്ത് സംഭവിച്ച കുറേ മരണങ്ങൾ, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയ മരണങ്ങൾ, രക്ഷപ്പെടാവുന്ന മരണങ്ങൾ പലതും നമ്മൾക്ക് അറിവുണ്ടെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കാനും മറ്റുള്ളവർക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷിക്കാനും കഴിയുന്ന ഒരു രീതിയാണ് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ എന്താ ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ സമക്ക് ഹോട്ടലിൽ തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സവണപ്പ് കുടിച്ച് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി കൂടെയുള്ള സുഹൃത്തിനോട് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ പെട്ടെന്ന് സീറ്റിലേക്ക് വീണപ്പോൾ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാനെത്തിയ മറ്റൊരു കസ്റ്റമർ ഉടനെ തന്നെ വേണ്ട രീതിയിലുള്ള ശുശ്രൂഷ, ഒരു നിമിഷം പോലും ചിന്തിച്ചു നിൽക്കാതെ റൈറ്റ് ടൈമിൽ റൈറ്റ് കാര്യം അവിടെ ചെയ്ത് ഒരു ജീവൻ രക്ഷിച്ച ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രശസ്ത ട്രോമാ കെയർ പരിശീലകൻ കണ്ണിയൻ മുഹമ്മദ് അലി ഡോക്ടറുടെ ഒരു വീഡിയോ കൂടി ചേർക്കുന്നു. അപ്പോൾ ഒരാളുടെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അയാളുടെ സൗണ്ട് ബ്ലോക്ക് ആവും. അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഒരാൾ അയ്യോ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി എന്ന് വിളിച്ചു പറഞ്ഞാൽ ഉറപ്പാണ് തൊണ്ടയിൽ കുടുങ്ങിയിട്ടില്ല. കാരണം തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, സൗണ്ട് ഉണ്ടാവില്ല, ഒരിക്കലും തന്നെ ഒച്ച വെക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക ഒരാളുടെ തൊണ്ടയിൽ കുടുങ്ങിയത്? അയാൾ ഒരു യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്ന് പറഞ്ഞ അടയാളമുണ്ട്. അയാൾ രണ്ട് കൈയിങ്ങനെ കഴുത്തിൽ പിടിച്ചിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടാവും, അങ്ങനെ പേടിച്ചിട്ട്. കാരണം എന്താ, വലിച്ചിട്ട് ശ്വാസം കിട്ടില്ലെങ്കിൽ പിന്നെ ബാങ്ക് ബാലൻസ് കൊണ്ട് എന്ത് കാര്യം? നമ്മൾ അയാളെ പിറകിൽ വന്ന് നിൽക്കുക. അയാളെ പിറകിൽ നിന്നിട്ട് അയാളുടെ ഈ വയറിൻ്റെ കുഴി ഉണ്ടല്ലോ, അത് അവിടെ, ഇതാണ് വയറ് തുടങ്ങി നെഞ്ച് തുടങ്ങുന്ന സ്ഥലം, ഇവിടെ ഈ കുഴി, ആ ഭാഗത്ത് നമ്മൾ മുഷ്ടി ചുരുട്ടി പിടിക്കുക. നമ്മളെ കയ്യിൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ തള്ളവിരലിൻ്റെ ഭാഗം ആ കുഴിയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് ഇംഗ്ലീഷിൽ ജെ ഇടുന്ന പോലെ ഇങ്ങനെ തള്ളിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് നന്നായിട്ട് തള്ളുക. അഥവാ ഇങ്ങനെ നല്ല വയറിലിങ്ങനെ പുഷ് ചെയ്തിട്ട് നല്ല ഇങ്ങോട്ട് അമർത്തി മേലേക്ക് തള്ളുക. അങ്ങനെ ഒരു 4-5 അമർത്തുമ്പോൾ അഥവാ വയറ്റിൽ അതിശക്തമായി നമ്മൾ പ്രഹരം ഏൽപ്പിക്കുമ്പം എന്ത് ചെയ്യും, ഇയാളുടെ വയറിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടിയിട്ട് അതിനനുബന്ധമായി ഈ തൊറാക്സിലെ ഈ നെഞ്ചിലെ പ്രഷർ കൂടിയിട്ട് ഈ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം പ്രഷറിൻ്റെ ഇഫക്റ്റ് കൊണ്ട് പുറത്തേക്ക് വരണം. അപ്പോൾ അത്രയും ശക്തമായിട്ട് നമ്മളിവിടെ 4-5 പ്രാവശ്യം അമർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുറത്തേക്ക് വരും. നേരെ മറിച്ച് ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ